പതിവ് പോലെ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതുമുന്ന് ട്യൂഷൻ ഉണ്ട്, പിന്നെ നീനുട്ടി ഇന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഇതുമുന്നുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കണം, നീനുട്ടിൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യണം, അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ കിച്ചണിക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ച് നല്ല റിലാക്സോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പാട്ട് കേട്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ അലക്കാനുള്ളത് ഇടുക എന്നുള്ളതാണ്. ഇത് ഇതുമുൻ്റെ ഡ്രസ്സും വൈറ്റുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈറ്റ് ഇടുമ്പോൾ എല്ലാ വൈറ്റ് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അലക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വെള്ളം ചൂടാക്കി അതൊന്ന് കുടിക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങനെ പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇന്ന് പുട്ടും ചിക്കൻ കറിയാണ് പ്ലാൻ. ഇന്ന് ഇതും നീനുട്ടിൻ്റെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. ഓൾ വെച്ച് പറഞ്ഞതായിരുന്നു ഇന്ന് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാൻ. അപ്പോൾ പോവല്ലേ, അപ്പോൾ ഇന്ന് ഇതന്നെയായിരിക്കും ഓളെ ഉച്ചക്കത്തെയും കൂടി ഫുഡ്. ഓൾ പോകാൻ സമയം അതായത് 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് തന്നെയാണ് ഓൾ അവിടുന്ന് പിന്നെ പോയിട്ട് അവിടുന്ന് കഴിക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ടാണ് പോവുക. അങ്ങനെ എന്താ കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ചൂടോടുകൂടി തന്നെ വേഗം കഴുകി ഊറ്റി വെക്കുകയാണ് കേട്ടോ. ആ സമയം ഇതും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓള് ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഡ്രസ്സൊക്കെയാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. വെക്കുന്ന കളർ ഡ്രസ്സാണല്ലോ, ട്യൂഷൻ ആകുമ്പോൾ കളർ ഡ്രസ്സല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇതെടുത്ത് മാറ്റാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒക്കെ ടൈം ടേബിൾ നോക്കണം, വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കണം, അങ്ങനെ ഓൾതായിട്ടുള്ള കുറേ പണികളുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡി ആക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ശനി ഞായറൊക്കെ ആകുമ്പോഴാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് അടുക്കളയിൽ ഉണ്ടാവുക. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് ചിക്കനൊക്കെ ഇട്ടെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ ചിരണ്ടാൻ വേണ്ടി നിന്ന് നമ്മൾ പുട്ടിലേക്കല്ല, പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ ഉപ്പും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടിയപ്പോക്കിന് അതാ പുട്ടുപൊടിയുണ്ട് അല്ല അടിപൊളിയായിട്ട് തന്നെ പൊതിർന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. പിന്നെ വേഗം അത് അതായത് ഉക്കിലൊക്കെ ഇട്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ വെച്ചു. അപ്പോൾ നമ്മുടെ കറി ഞാൻ അടിപൊളിയായിട്ട് തന്നെ തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പുട്ട് കുത്തിയപ്പോൾ തന്നെ ഇതുമൂന്നൊരു കഷ്ണം പുട്ടും കറിയൊക്കെ കൊടുത്തു. ഓളവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടിയൊക്കെ ലഞ്ച് ബോക്സ് റെഡിയാക്കുക എന്നുള്ളതായിരുന്നു. 2 കഷ്ണം പുട്ടും നല്ല ചൂടുള്ള ചിക്കൻ കറി പൊരിച്ച ചിക്കനൊക്കെ ഇട്ടതാ ലഞ്ച് ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബാഗിലൊക്കെ വെച്ച് കൊടുത്തിട്ടോ. ഇന്നിപ്പോൾ അതാ എൻ്റെ ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിൽ അതിൽ കൊള്ളണേ ഉണ്ടായിരുന്നില്ല. അതാണ് കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. ഇന്ന് എക്സാമും കൂടിയാണ്. അപ്പോൾ നേരത്തെ തന്നെ പോയിട്ടുണ്ട്. ഓൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈനൂട്ടിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം കൂടി പൊരിച്ചു, ഉച്ചക്കത്തേക്കുള്ള പപ്പടം കൂടി അങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഫുഡൊക്കെ എടുത്ത് വന്നപ്പോൾ ഓളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട്. ഇനി മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാണ് കേട്ടോ ഓള് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല പുട്ടും പപ്പടമൊക്കെ കുഴച്ച് ചിക്കനൊക്കെ കുഴച്ച് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേഗം ഞാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. ഇന്നലെ രാത്രിനൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇതാ ബാഗിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളൊപ്പിച്ച് വന്നതാ ബാഗൊക്കെ വണ്ടിമേൽ എടുത്ത് വെച്ചിട്ട് ഓളെ ബസ് സ്റ്റാൻഡിൽ ബസ്സിൻ്റെ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.